ജന്മകൽപ്പന പുത്തൻ പ്രൊമോല് പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ലാന്ന് ഞാൻ എന്നെ പറയാനോട്ടോ. കാരണം എന്ന് വെച്ചാൽ കുറെ ദിവസം ഇവര് സംഗീതത്തിന്റെ പരിപാടി അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു. അപ്പൊ ഇത്രയും ദിവസം അശ്വിൻ ആ ഒരു പരിപാടി നടത്താൻ സമ്മതിക്കാത്തതിലായിരുന്നു നമ്മുടെ ചെക്കന്റെ വീട്ടുകാരും പെണ്ണിന്റെ വീട്ടുകാരും തമ്മിലുള്ള ആ ഒരു മത്സരങ്ങൾ. പക്ഷെ ഇപ്രാവശ്യം ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അശ്വിൻ പരിപാടിക്ക് സമ്മതിച്ചു എന്ന് മാത്രം. എന്നിട്ട് അശ്വിൻ നമ്മുടെ ശ്രുതിയെ വെല്ലുവിളിക്കുന്നുണ്ട്. സംഗീതിൽ കാണാം, അന്ന് നീ നോക്കിക്കോ, നിന്റെ വീട്ടുകാരെ തോറ്റു തുന്നം പാടുന്നത് നോക്കിക്കോ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ഒരു രംഗങ്ങളാണ് ഇന്നത്തെ പ്രൊമോയിൽ മെയിൻ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ മുത്തശ്ശി കൂട്ടത്തിൽ നമ്മുടെ ശ്രുതിക്ക് ഒരു വിഗ്രഹം കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പറയുന്നുണ്ട്, ഇതെന്റെ എന്താ പറയാ വീട്ടിലെ ഒരു എന്റെ മുറിയിൽ ഇരിക്കാനായിരിക്കും ഈ വിഗ്രഹത്തിന് യോഗം, എന്റെ മുറിയിലത്തെ ആ ഒരു ഉണ്ണിക്കണ്ണൻ ഇത് കൂട്ടാകുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതി ആ ഒരു വിഗ്രഹം കൊണ്ടുപോകുന്ന ഒരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശ്രുതി നമ്മുടെ ഫോണിൽ വിളിച്ച് അശ്വിൻ ഭീഷണിയാണ്, ഭയങ്കര തീവ്രമായ പ്രാക്ടീസിലാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് അശ്വിൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ഞങ്ങൾ ജയിക്കാൻ പലതും ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അശ്വിൻ പറയുന്നുണ്ട്, എല്ലാം വെറുതെ വേസ്റ്റ് ആയിരിക്കും, സംഗീതം ഞങ്ങൾ തന്നെ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ നമ്മുടെ ശ്രുതിയെ വെല്ലുവിളിക്കുന്ന ഒരു രംഗം തന്നെയാട്ടോ ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത് അല്ലേ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.